BJP-യിലെ ആഭ്യന്തര കലഹത്തിൽ ദേശീയ നേതൃത്വം ഇടപെടുന്നു. സംസ്ഥാന നേതാക്കളുമായി അവർ ചർച്ച നടത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇടഞ്ഞു നിൽക്കുന്ന പാലക്കാട് നഗരസഭാ ജനപ്രതിനിധികളുമായിട്ടും അവർ സംസാരിക്കുമെന്ന് അറിയുന്നു. പരസ്യ പ്രതികരണത്തിലൊന്നും തിടക്കപ്പെട്ട് നടപടിയെടുക്കില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് മറ്റു വിവരങ്ങൾ നൽകും. ശ്രീകാന്ത്, വേറെ വിവരങ്ങൾ എന്തൊക്കെയാണ്? സംസ്ഥാനത്ത് നടക്കുന്ന ഈ പൊട്ടിത്തെറിയിൽ തൽക്കാലം സംസ്ഥാന ഘടകം നേരിട്ടൊരു പ്രശ്നപരിഹാരത്തിനിറങ്ങിയാൽ അത് ഫലം കാണില്ല എന്ന് കേന്ദ്ര നേതൃത്വത്തിന് കൃത്യമായി അറിയാം. നിലവിൽ അവർ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പും അതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയെ നിശ്ചയിക്കലുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തിരക്കിലാണ്. അതിനുശേഷം കേരളത്തിലെ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളിൽ, സംഭവ വികാസങ്ങളിൽ അവർ ഇടപെടും. സജീവമായ ചർച്ച ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നും അവർ വിവരങ്ങളൊക്കെ തന്നെ ശേഖരിച്ചിട്ടുണ്ട്. വിവരങ്ങൾ അവർക്ക് എത്തിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കലടക്കം കഴിഞ്ഞ ശേഷം സ്വാഭാവികമായ ചർച്ച ഈ വിഷയത്തിൽ നടക്കും. BL സന്തോഷ് അടക്കമുള്ള ദേശീയ സംഘടനാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെടും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. തൽക്കാലം സംസ്ഥാനത്ത് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് കേന്ദ്ര നേതൃത്വം പറയുന്നതും. അതേസമയം ഈ ഇടഞ്ഞു നിൽക്കുന്ന നഗരസഭാ ജനപ്രതിനിധികളുമായി അടക്കം സംസാരിക്കും കേന്ദ്ര നേതൃത്വം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ കുറച്ച് ദിവസങ്ങളായി പരസ്യ പ്രതികരണം നടക്കുന്നുണ്ട്. അത് കൂടുതൽ വന്നത് പാലക്കാട് നഗരസഭാ കൗൺസിലർമാരിൽ നിന്നാണ്. അവർക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ള ആവശ്യം BJP-ക്കുള്ളിൽ ഉയരുകയും ചെയ്തിരുന്നു. പക്ഷേ അത് തിടുക്കപ്പെട്ടുണ്ടാകില്ല എന്നുള്ളതാണ് പറയുന്നത്. അക്കാര്യത്തിൽ BJP സംസ്ഥാന നേതൃത്വത്തിൽ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. തിടുക്കപ്പെട്ട് നടപടിയെടുത്താൽ ചില കൗൺസിലർമാർ പാർട്ടി വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അവരുടെ വിലയിരുത്തൽ. 9 കൗൺസിലർമാർ BJP-യിലെ പാലക്കാട് നഗരസഭയിലെ 9 കൗൺസിലർമാരുമായി സന്ദീപ് വാര്യർ കൂടിക്കാഴ്ച നടത്തി. സന്ദീപ് വാര്യർ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ ഇപ്പോൾ BJP നേതൃത്വത്തിനും കിട്ടിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രകടനം സംബന്ധിച്ച റിപ്പോർട്ട് വന്ന ശേഷം നടപടി ഉണ്ടാകാനാണ് സാധ്യത. പ്രധാനപ്പെട്ട കാര്യം ഈ കൗൺസിലർമാർക്കെതിരെ നടപടിയെടുക്കുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു. അതിൽ 9 കൗൺസിലർമാരുമായി ചർച്ച നടത്തി എന്ന സൂചനയുടെ പശ്ചാത്തലത്തിൽ അടിയന്തര നടപടി ഉണ്ടാകാൻ സാധ്യതയില്ല. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്.